ഒരു കുട്ടിയും അടങ്ങുന്ന ഉൾപ്പെടെയുള്ള 10 പേർ മരണപ്പെടുകയും ചില ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്ത വാൽപ്പാറ വാഹനാപകടം, അതുപോലെ തന്നെ തൃശൂരിലെ പടക്ക വെടിക്കെട്ട് ശാലയിൽ ഉണ്ടായ അപകടം, ധാരാളം പേർ മരിക്കുകയും ധാരാളം പേർക്ക് ഗുരുതരമായ പൊള്ളലേൽക്കുകയും ചെയ്തു. ഈ മാസം 19-ന് തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനങ്ങൾ 26-ലധികം പേർ മരണപ്പെടുകയും ധാരാളം പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പല ദുരിതങ്ങളും നാം കേൾക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സ്വന്തം ജീവിതത്തിൽ തന്നെ ഓരോ ദിവസവും ഓരോ ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ നിറഞ്ഞതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഈ ദുരന്തമായ ഈ സാഹചര്യങ്ങളിൽ, ദുരന്തവേളയിൽ സത്യവിശ്വാസികൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാന പാഠമാണ് വിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുടെ ജീവിതവും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യ ജീവിതം തന്നെ ദുരന്തങ്ങൾ നിറഞ്ഞതാണ് എന്നാണ്. സൂറത്തുൽ ബലദിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഫീ കബദ്. കബദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫീ കബദ് എന്ന് പറഞ്ഞാൽ ഐ ഫീ ശിദ്ദത്തിൻ വ നസബിൻ, പ്രയാസങ്ങളും ഇടങ്ങേറുകളും ദുരന്തങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. ദുരിതങ്ങളും പ്രയാസങ്ങളിലുമായി കൊണ്ടാണ് മനുഷ്യ സമൂഹത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തിലെ എല്ലാവർക്കും ജന്മപരമായി ഉണ്ടാകുന്ന പ്രയാസ ദുരിതങ്ങളെ കുറിച്ച് തഫ്സീറുൽ ഖുർത്തുബിയിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. പല ഉലമാഉന, പണ്ഡിതന്മാർ പറയുന്നു, അവ്വലുമാ യുഖാബിദു ഖത്അ സൂറത്തിഹി, ആദ്യമായി മനുഷ്യൻ നേരിടുന്ന ആദ്യത്തെ പ്രയാസം എന്ന് പറയുന്നത് അവന്റെ ഉമ്മയുമായി അവൻ ആത്മീയമായ ബന്ധത്തിൽ ഏർപ്പെട്ട പൊക്കിൾ കൊടി മുറിക്കലോടുകൂടെയാണ്. അതേവരെ അത് അവർക്ക് ബുദ്ധിമുട്ട് അത്യാവശ്യമായ സംഗതിയായിരുന്നു. എന്നാൽ പിന്നീട് അതവർക്ക് പ്രയാസമായി, അതിനെ മുറിക്കപ്പെട്ടു, വേദന സഹിക്കുന്നു. സുമ്മ ഇദാ തുമിത തിമാതൻ, പിന്നീട് ഇടക്കമാർന്ന വസ്ത്രത്തിൽ ശരിക്കും നന്നായി പ്രയാസപ്പെടുന്നു. അതുപോലെ തന്നെ ശുദ്ധ റിവാതൻ, അവന്റെ കെട്ടുകൾ കെട്ടുന്നു. യുഖാബിദു ദിയഖ വത്തഅബ, പ്രയാസവും ഇടുക്കവും അവനെ നേരിടുന്നു. സുമ്മ യുഖാബിദുൽ ഇർതിളാഅ, പിന്നെ മുലകൊടുക്കൽ, അങ്ങനെ ഒരു പ്രയാസം, മുലകൊടുക്കലും അത് കുടിക്കലും. വലൗ ഫാതഹു ലളാഅ, കാരണം അത് കുടിക്കുക എന്നുള്ളത് അത് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ വേറെ വരും. സുമ്മ യുഖാബിദു നബുത അസ്നാനിഹി, പിന്നെ അവർക്ക് പല്ലുകൾ മുളക്കുന്നു. തഹറുക ലിസാനിഹി, നാവുകൾ അനക്കുന്നു. സുമ്മ യുഖാബിദുൽ ഫിതാം, പിന്നെ മുലകുടി നിർത്തുന്നു. മുലകുടി നിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലദീ ഹുവ അശദ്ദു മിനൽ ലിഖാ, ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസമാണ് മുലകുടി നിർത്തുക എന്ന് പറഞ്ഞാൽ. സുമ്മ യുഖാബിദുൽ ഖിതാൻ, പിന്നെ ചേലകർമ്മം ചെയ്യുന്നു. വൽ ഔജാഅ വൽ അഹ്സാൻ, പിന്നീട് ഒരുപാട് വേദനകളും ദുഃഖങ്ങളും വരുന്നു. പിന്നെയും മനുഷ്യന് പല പ്രയാസഘട്ടങ്ങളും കടന്നു പോകുന്നതിനെ കുറിച്ച് ശേഷം പറയുന്നു. സുമ്മ യുഖാബിദുൽ മുഅല്ലിമ വസൗലതുഹു, പിന്നെ പാഠശാലകളിൽ പോകുന്നു, അവിടെയുള്ള പ്രയാസങ്ങൾ. വസൗലതുഹു, അവിടെ നിയന്ത്രണത്തിൽ, ഒരാൾ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്നു. വൽ മുഅദ്ദിബ, അദബ് പഠിക്കുന്നു. വസിയാസതഹു, നിയമങ്ങൾ പാലിക്കേണ്ട വിഷയങ്ങൾ പഠിക്കുന്നു. വൽ ഉസ്താദ വഹൈബത്തുഹു, ഉസ്താദിനെയും അതുപോലെ ഉസ്താദിന്റെ ഹൈബത്തും. സുമ്മ യുഖാബിദു ശുഹ്റ തസ്വീജ്, അങ്ങനെ പഠനങ്ങളൊക്കെ സ്കൂളും മദ്രസയും ഒക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതത്തിൽ അവൻ ചെല്ലുന്നു.
അതിൽ അവൻ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സുമയുക്കാബിദ് ശുഹദൽ ഔലാദ്, പിന്നാണ് വിവാഹം കഴിച്ചപ്പോ മക്കളുടെ കാര്യത്തിൽ, വൽ ഖദമി വൽ അജ്നാദ്, അതുപോലെ സേവകരുടെ കാര്യത്തിൽ, സുമയുക്കാബിദ് ശുഹദു, പിന്നെ വീടുകൾ ഉണ്ടാക്കുന്നതിന്റെ വിഷയമായി, അപ്പൊ ബിനാൽ ഖുസൂർ, മണിമാളികൾ കെട്ടിപ്പടുക്കുന്നതിന്റെ വിഷയമായി, സുമൽ കിബറ വൽ ഹറം, പിന്നെ അവന്റെ വയസ്സായി വാർദ്ധക്യം പിടിപെടുന്നു, അതൊരു പ്രയാസം, വലഅറ റുകുബത്തി വൽ ഖദമി, പിന്നെ വാർദ്ധക്യം വരുമ്പോൾ കയറാനും ഇറങ്ങാനുമുള്ള പ്രയാസം, ഫീ മസ്വാഇബ യക്സുറു തഅദാദുഹു, ഒരുപാട് പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, നവാഇബ യതൂലു ഇബ്റാദുഹ, മാറ്റിയെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മറ്റു പ്രയാസങ്ങളും അവനിക്ക് വരുന്നു. മിൻ സുദാഇ റഅസി, തലവേദന, വജിൽ അദ്റാസ്, പല്ലുവേദന, റമദിൽ ഐനി, ചെങ്കണ്ണ്, വഗമ്മി ദൈൻ, കടം വരുന്നു, വജി സിന്നി, പല്ലുവേദനകൾ വരുന്നു, വൽ അലമിൽ ഉദുനി, ചെവിവേദന വരുന്നു, വൈകാബിൽ മിഹനൻ ഫിൽ മാലി വൻ നഫ്സി, ശരീരത്തിലും ധനത്തിലും പരീക്ഷണങ്ങൾ അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. മിസലൽ ദർബി, ചിലപ്പോൾ അവർക്ക് അടികിട്ടുന്നു, വൽ ഹബ്സി, ജയിലിലടക്കപ്പെടുന്നു. ചില ആളുകൾ വലായം അലൈഹി യൗമുൻ ഇല്ലാ യുഖാസി ഫീഹി ശിദ്ദതൻ വലാ യുഖാബിലു ഇല്ലാ മശഖ, മരണം വരെയുള്ള അവന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് ശേഷമുള്ള പ്രതിസന്ധികളാണ് പിന്നെ വരുന്നത്. സുമൽ മൂത്ത് ബഅദാലിക കുല്ലി, സുമ മസ്അലത്തിൽ മലക്കിന്റെ ചോദ്യം, വദത്തത്തിൽ ഖബരി വൽമത്ത, ഖബറിന്റെ ഇടുക്കം, ഖബറിന്റെ ഇരുട്ട്, സുമൽ ബഅസ വൽ അർള അലല്ലാ, പിന്നെ പുനർജന്മം, അതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൽ, ഇലാ യസ്തഖിറ ബിഹിൽ ഖറാർ ഇമാ ഫിൽ ജന്ന വ ഇമാ ഫിൻ നാർ, ചിലപ്പോൾ അവൻ നരകത്തിൽ, ചിലപ്പോൾ അവൻ സ്വർഗത്തിൽ. ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടും അതിനെ അതിജീവിച്ചുകൊണ്ടുമാണ് എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, അത്യാഹിതങ്ങൾ, മറ്റുമായി ധാരാളം പരീക്ഷകൾ വേറെ. ഇങ്ങനെ പല പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും മനുഷ്യന് വേറെയും സംഭവിക്കുന്നു. ഈ രീതിയിൽ മനുഷ്യ ജീവിതം ക്രമീകരിച്ചതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നാം ഈ കാര്യങ്ങൾ ആവർത്തിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, അഹസിബന്നാസ്, അലിഫ് ലാം മീം, അഹസിബന്നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, വിശ്വാസിയാണെന്ന് വിചാരിച്ച് വെറുതെ ഒഴിവാക്കപ്പെടുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവൻക്കൊരു പരീക്ഷണങ്ങളുമില്ലാതെ പ്രയാസങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് അവൻ വിചാരിക്കുന്നുവോ? വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. വലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ, അതിൽ സത്യം ശരിയായ വിശ്വാസി ആരാണെന്ന് അല്ലാഹുവിന് മനസ്സിലാക്കാൻ കഴിയുന്നു, കളവ് പറയുന്നവരാരാണെന്ന് അല്ലാഹുവിന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഖൈറും ശർറും എന്നത്, അള്ളാഹുവിൽ നിന്നാണ് എന്ന്. ആ വിശ്വാസത്തിൽ വല്ല ന്യൂനതയും ഉണ്ടായോ എന്ന് അള്ളാഹു നേരിട്ട് പരീക്ഷിക്കുന്ന, അറിയുന്ന സന്ദർഭമാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ക്ഷമയോടെ നിലകൊള്ളാൻ അവന് കഴിയുന്നുണ്ടോ? നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം വിജയിക്കുന്നു, യഥാർത്ഥ വിജയികളിൽ ഉൾപ്പെടുന്നു, സത്യവിശ്വാസിയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ ക്ഷമയോടെ, വിധിയെ പൊഴിക്കാതെ, അള്ളാഹുവിനുള്ള വിശ്വാസം കുറയാതെ നിലകൊള്ളൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഖാലി ഹുശൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, ഇന്നി ല ഉസാബു ബിൽ മുസീബ ഫഅഹ്മദുല്ലാഹ്, എനിക്കൊരുപാട് ദുരിതങ്ങൾ വരുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. അലൈഹി ലിഅർബഇൻ, 4 കാര്യങ്ങളിൽ, അഹ്മദുഹു ഇദാ ലം തകുൻ അഅ്ളമ മിമ്മാ ഫീ, ഇതിനേക്കാൾ വലുതെനിക്ക് വന്നില്ലല്ലോ, ചെറുതല്ല വന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വഅഹ്മദുഹു ഇദാ റസഖനി സ്വബ്റ അലൈഹി, ഇതിന്റെ മേൽ എനിക്ക് ക്ഷമ ലഭിച്ചല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വഅഹ്മദുഹു ഇദാ വഫഖനി ലിൽ ഇസ്തിർജാഅ്, അതുപോലെ തന്നെ അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നപ്പോൾ ഇന്നാ ലില്ലാഹി പറയാനുള്ള കഴിവെനിക്ക് നൽകിയല്ലോ, തൗഫീഖ് നൽകിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ലമ്മ അർജു ഫീഹി മിന സവാബ്, അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്. വഅഹ്മദുഹു ഇദാ ലം യജ്അലഹാ ഫീ ദീൻ, ദീനിൽ നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്റെ ദീനിൽ എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പാപമോചനത്തിന് വേണ്ടി
في نفسه وولده وماله حتى يلقى الله تعالى وما عليه خطيئة. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശരീരത്തിലോ മക്കളിലോ ധനത്തിലോ ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിനിയായ മനുഷ്യൻ ദുരിതങ്ങൾ ഉണ്ടാകുന്നത് അത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അതുണ്ടാകും. വമാ അലൈഹി ഖത്തിയ, അവനക്ക് ഒരുപാട് ദോഷങ്ങൾ അതുകൊണ്ട് പൊറുപ്പിക്കപ്പെടുന്നു. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആതി ലഅല്ലഹും യർജിഊൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരുപാട് ഹസനാത്തുകളും ദുരിതങ്ങളും അള്ളാഹുവിലേക്ക് നൽകുന്നു. ودرجة الرفيعة وبعثه مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് പരീക്ഷണങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണെന്നൊരു ബോധം നമുക്കുണ്ടാവണം. നല്ല ജീവിതത്തിനുള്ള മുന്നൊരുക്കമാണ് ദുരിതങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. മഹാനായിരിക്കുന്ന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, യാ അബാ അബ്ദുല്ലാ അയ്യുമാ അഫ്ളലു ലിർറജുലി, ഒരു മനുഷ്യന് ഏറ്റവും നല്ലത് ഏതാണ്? അയ്യുമക്കിന ഔ യുബ്തല, പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതമാണോ സൗകര്യപ്രദമായ ജീവിതമാണോ എന്ന് ഒരാൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോ മഹാനായിരിക്കുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ യുമക്കനു ഹത്താ യുബ്തല, പരീക്ഷണഘട്ടങ്ങൾ കഴിയാതെ ഒരാൾക്ക് പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതമില്ലാതെ സൗകര്യപ്രദമായ ഒരു ജീവിതം ഉണ്ടാവുകയില്ല. കാരണം ഫഇന്നല്ലാഹി ഇബ്തല നൂഹൻ വ ഇബ്രാഹീമ വ മൂസ വ ഈസ വ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് വന്ന പ്രവാചകന്മാരെ, ഔലിയാക്കളെ, മറ്റുള്ള ആളുകളെയൊക്കെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. മഹാനൂ നബി അലൈഹി സ്വലാമിന് അള്ളാഹു പരീക്ഷിച്ചു. 950 വർഷത്തോളം തന്റെ ജനതയെ ഈ ദീനിലേക്ക് ക്ഷണിച്ചു. വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ പരീക്ഷിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടു, പരീക്ഷണങ്ങൾ നൽകി. അതുപോലെ മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രായാധിക്യം ഉണ്ടായ സമയത്താണത് അള്ളാഹു അദ്ദേഹത്തിന് മക്കളെ കൊടുക്കുന്നത്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കൊടുത്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബലിയറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഏറ്റവരാണ് മുൻഗാമികൾ. മൂസാ നബി അലൈഹി സ്വലാം, അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു, എന്തെല്ലാം ദുരിതങ്ങൾ വന്നു. പക്ഷേ അതിലെല്ലാം അവർ ക്ഷമിച്ചു. അതുകൊണ്ട് ഫലമ്മാ സബറു മക്കന്നഹും, അള്ളാഹു അവരൊക്കെ അതിലൊക്കെ ക്ഷമ പാലിച്ചപ്പോൾ അള്ളാഹു അവർക്ക് സൗകര്യപ്രദമായ ജീവിതം നൽകി. ഫലാ യദുന്ന അഹദുൻ അൻ യുഖ്ലിസ മിനൽ അലമി അൽബത്ത, തീർച്ചയായും ഒരു മനുഷ്യനും ഒരു വേദനയും ഇല്ലാത്തൊരു ജീവിതം ഒരിക്കലും തന്നെ വിചാരിക്കരുത്. അതെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകും, ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അപ്പോഴേക്ക് റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് ക്ഷമയോടെ സഹനത്തോടെ മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ദുരിതങ്ങളിൽ യഥാർത്ഥ കൂട്ടുകാരനെ തിരിച്ചറിയാനാവും. അതൊരു പ്രത്യേകമായൊരു പാഠമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ, യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ് എന്ന് ശരിക്കും തിരിച്ചറിയുന്ന കാലഘട്ടമാണ് പ്രയാസ ദുരിതങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 18 വർഷങ്ങളോളം അദ്ദേഹം ഈ രോഗത്തിന്റെ അവസ്ഥ തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് എല്ലാവരും കഴിയുന്നു, വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അദ്ദേഹത്തെ കഴിയൊഴിഞ്ഞു. 2 സുഹൃത്തുക്കൾ മാത്രമാണ് കഴിയൊയ്യാതിരുന്നത്. ഈ കാര്യം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇന്ന നബിയല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം ലബസ ഫീ ബലാഇഹി 18 സന ഫറഫളഹു القريب والبعيد ഇല്ലാ റജുലൈൻ മിൻ ഇഖ്വാനി കാനാ മിൻ അഖസ്സി ഇഖ്വാനിഹി, ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളല്ലാത്ത മറ്റെല്ലാ ആളുകളും, അടുത്ത കുടുംബക്കാരും ദൂരത്തുള്ള കുടുംബക്കാരും എല്ലാവരും അദ്ദേഹത്തെ കഴിയൊഴിഞ്ഞു. കാനാ യഹൂദാനി
ഇലൈഹി വയർഹവാനി, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അവർ രണ്ടുപേരും രാവിലെയും വൈകുന്നേരം ഒന്ന് സന്ദർശിക്കും. ഫഖാല അഹദുഹുമാ ലിസ്വാഹിബി തഅലം വല്ലാഹി ലഖദ് അദ്നബ ദൻബൻ മാ അദ്നബഹു അഹദുൻ മിനൽ ആലമീൻ. ലോകത്ത് ആരും ചെയ്യാത്ത എന്തോ ഒരു ദോഷം, എന്തോ ഒരു തെറ്റ് അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട് എന്ന് ആ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് ഇങ്ങനെ പറയാണ്. ഫഖാല ലഹു സ്വാഹിബു മാദാക, എന്താ അത്? ഖദ് അസാബ മുൻദു 18 സന ലൻ യർഹമുല്ലാഹു ഫയക്ഷിഫു മാ ബിഹി. 18 വർഷത്തോളം അദ്ദേഹത്തിന് അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തു, രോഗങ്ങൾ കൊടുത്തു. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിനോട് കരുണ ചെയ്തില്ല. ഫയക്ഷിഫു മാ ബിഹി, അങ്ങനെ കരുണ ചെയ്യുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗത്തെ അള്ളാഹു തുറവടിയാക്കുമായിരുന്നു, മാറ്റിക്കൊടുക്കുമായിരുന്നു. ഫലമ്മാ റാഹ ഇലൈഹിം ലം യസ്ബിറു റജുല ഹത്താ ദക്കറ ദാലിക്. അങ്ങനെ അവർ വൈകുന്നേരം അദ്ദേഹത്തിന്റെ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് പോയപ്പോ മറ്റേ ആൾക്ക് ഇത് പറയാതിരിക്കാൻ ക്ഷമ വന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അത് പറഞ്ഞു. ഫഖാല അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ല, അദ്രി മാ യഖൂലു ഗൈറ അന്നല്ലാഹ യഅലമു മതാ ഇന്നി കുൻതു അമുറു അല റജുലൈനി യതനാസആനി വയദ്കുറുല്ലാഹി. ഞാൻ ഇവിടെ ജീവിക്കുന്ന കാലത്ത് എനിക്കറിയില്ല എന്റെ അടുക്കൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഞാൻ ഒരു 2 ആളുകളുടെ ഇടയിലൂടെ നടന്നു പോയപ്പോ, തർക്കിക്കുന്ന 2 ആളുകളുടെ ഇടയിലൂടെ നടന്നു പോയപ്പോ ഖുർആനില്ല, അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചിരുന്നു. ഫർജില ബൈത്ത്, ഞാൻ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അള്ളാഹുവിന്റെ ബാധ്യതയല്ലാതെ വല്ല മോശമായ വല്ല പ്രവൃത്തിയും എന്റെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു അഫാറത്ത് പുറത്തു തരട്ടെ എന്ന് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യത്വം ഉയരും, അവർ സഹായ ഹസ്തങ്ങൾ ചെയ്യും. ദുരിതവേളയിൽ മൃഗങ്ങൾ മൃഗീയത കാണിക്കും, അവർ മരിച്ചവരുടെ മതം തിരയും, അപകടത്തിൽപ്പെട്ടവരെ ബലാത്സംഗം ചെയ്യും, പണം മോഷ്ടിക്കാൻ നോക്കും. ഇങ്ങനെ വിശ്വാസിയുടെ വിശ്വാസവും മനുഷ്യന്റെ മനുഷ്യത്വവും വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ദുരിതവേള എന്ന് ദുരന്തങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള അമ്പിയാക്കളുടെ സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഹാജിമാർ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹജ്ജാജിമാരുടെ സമയം കൂടിയാണിത്. അതോടുകൂടെ തന്നെ പരിശുദ്ധ ഹജ്ജ്, ബലിപെരുന്നാൾ, ബലിയറക്കൽ, ഉളുഹിയ്യത്ത്. അപ്പോ നമ്മുടെ മഹലിലും ഉളുഹിയ്യത്തുണ്ട്.